ഹലോ, എൻ്റെ പേര് ഡോക്ടർ രഘുറാം. ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജനാണ്. എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി? ഈ നമ്മുടെ ജനങ്ങളുടെ ഇടയ്ക്ക് പ്ലാസ്റ്റിക് സർജറി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമകൾ കണ്ടിട്ട് കിട്ടുന്ന ഒരു നോളജാണ് അല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു സർജറിക്ക് കയറുന്നു, നെക്സ്റ്റ് സർജറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ആൾ ഫേസ് മാറിയിട്ടുണ്ടാവും, രൂപം മാറിയിട്ടുണ്ടാവും, മൊത്തത്തിൽ ആളെ മാറിയിട്ടുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല പ്ലാസ്റ്റിക് സർജറി അല്ലേ. പ്ലാസ്റ്റിക് സർജറി പറഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റത്തെ കാര്യം. ഈ വേർഡ് പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് വരുന്നത്. പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ടു മോൾഡ്, അതായത് ഷേപ്പ് മാറ്റുക അല്ലേ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് സർജൻസ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫോം ആൻഡ് ഫംഗ്ഷൻ റിസ്റ്റോർ ചെയ്യാം. ഫോം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി, ക്യാൻസർ വന്നു, ക്യാൻസർ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് ആളുടെ ആ ഷേപ്പ് മാറി, ആ ഷേപ്പ് നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കും. അതുമാത്രമല്ല ആളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, ആളുടെ ഒരു കയ്യിൽ ഞരമ്പ് കട്ടായി, വിരൽ മടക്കാൻ പറ്റുന്നില്ല, ആ ഞരമ്പ് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നമ്മൾ തിരിച്ചുണ്ടാക്കുന്നു, കൈ തിരിച്ച് ആളുടെ കൈയുടെ മൂവ്മെൻറ്റ് ആൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഫോം ആൻഡ് ഫംഗ്ഷൻ റിസ്റ്റോർ ചെയ്യുന്ന ഈ സ്പെഷ്യാലിറ്റിയാണ് പ്ലാസ്റ്റിക് സർജറി.